So we continue the next section of the structured query language. So today we discuss what is SQL and what are the features of SQL, then what are the different components of SQL. Next we discuss what are the different data types in SQL. നമ്മൾ എല്ലാ ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡാറ്റ ടൈപ്സുകൾ പഠിച്ച് പോകാറുണ്ട്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു, C++ പഠിച്ചപ്പോഴൊക്കെ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ SQLനും ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സുകളുണ്ട്. അപ്പോൾ SQLൻ്റെ മെയിൻലി 3 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സുകളാണുള്ളത്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് and date and time data type. Mainly 3 type of data types in SQL. What are they? Numeric data type, string data type and date and time data type. ഇപ്പോൾ ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്പേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ് ആണുള്ളത്. ഇൻറ്റ് ഡാറ്റ ടൈപ്പും ഡെക് ഡാറ്റ ടൈപ്പും. ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ എന്നും എഴുതി കൊടുക്കാം. ഡെക് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനെ ഡെസിമൽ എന്ന് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻലി 2 ടൈപ്പ് ഓഫ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ് ആണുള്ളത്. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഡെക് ഡാറ്റ ടൈപ്പ്. ഇൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻറ്റ് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണത്. ഡെക് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് യൂസ് ചെയ്യാനായിരിക്കും? ഡെസിമൽ വാല്യൂസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഡെക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ഡെക് ഓർ ഡെസിമൽ ബ്രാക്കറ്റിൽ സൈസ് കോമ ഡി എന്ന് ഉണ്ടാവും. സൈസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? സൈസ് എന്ന് പറയുന്നത്. ഇനി ഡി എന്താ റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് വരണം അത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡി എന്ന് പറഞ്ഞ ഡി യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡെക് 5,2 എന്ന് വന്നു. സോ അതിൻ്റെ മീനിങ് എന്താ? ടോട്ടൽ 5 ഡിജിറ്റ് ഉണ്ടായിരിക്കും. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും? 2 ഡിജിറ്റ് ഉണ്ടാവുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീൻ ചെയ്യണത്. അപ്പോൾ നോക്കി, ഇപ്പോൾ 6 എക്സാമ്പിൾ ആണ്. 678.34. അപ്പോൾ അതിൽ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 5 ഡിജിറ്റ് ഉണ്ട്. പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇൻറ്റ് ഡാറ്റ ടൈപ്പും ഉണ്ട്, ഡെക് ഡാറ്റ ടൈപ്പും ഉണ്ട്. ഇൻറ്റ് ഫോർ സ്റ്റോറിങ് ഇൻറ്റീജർ വാല്യൂസ് ആൻഡ് ഡെക് ഫോർ സ്റ്റോറിങ് ദ ഡെസിമൽ വാല്യൂസ്. അപ്പോൾ ഡെസിമൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഡെസിമൽ ബ്രാക്കറ്റിൽ സൈസ് കോമ ഡി എന്ന് കൊടുക്കും. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ് ആണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റിന് ശേഷമുള്ള ഡിജിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ക്യാരക്ടേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ക്യാർ ഡാറ്റ ടൈപ്പ് ഓർ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് എന്ന് പറയാം. അതുപോലെ വേറൊരെണ്ണമാണ് വാർ ക്യാർ. അതിനെ വേരിയബിൾ ക്യാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വാർ ക്യാർ. അപ്പോൾ 2 ടൈപ്പ് ഓഫ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പും ഉണ്ട്, വാർ ക്യാറും ഉണ്ട്. നെക്സ്റ്റ് ഡാറ്റ ടൈപ്പ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ? ഡേറ്റ് സ്പെസിഫൈ ചെയ്യാനും ടൈം സ്പെസിഫൈ ചെയ്യാനും ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്സ് ഇൻ SQL ആർ ക്ലാസിഫൈഡ് ഇൻ 3 types: ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആൻഡ് നെയിം ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ്. ഇനി അടുത്തത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ്. നമ്മൾ പറഞ്ഞു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അതിന് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്യാർ ഡാറ്റ ടൈപ്പും ഉണ്ട്, വാർ ക്യാർ ഡാറ്റ ടൈപ്പും ഉണ്ട്. ക്യാർ എന്ന് പറയുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഫുൾ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ എന്നാണ്. വാർ ക്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ക്യാരക്ടർ എന്നാണ്. ഇപ്പോൾ ക്യാറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ലെങ്ത് ഓഫ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഞാൻ ക്യാർ 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 20 ക്യാരക്ടേഴ്സ് മാത്രമേ എനിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം വാർ ക്യാറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വാർ ക്യാറിൽ 20 എന്ന് എഴുതിയിട്ട് എനിക്ക് 25 ക്യാരക്ടേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് റീഡ് ചെയ്തോളും. അതാണ് വാർ ക്യാർ റെപ്രസെൻറ്റ്സ് വേരിയബിൾ ലെങ്ത് സ്ട്രിംഗ്. മറ്റത് ഫിക്സഡ് ലെങ്ത് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇനി ക്യാരക്ടേഴ്സ് ക്യാർ ഡാറ്റ ടൈപ്പിൽ ഓൺലി 255 ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം വാർ ക്യാറിൽ 65535 ക്യാരക്ടേഴ്സ് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ക്യാർ ബ്രാക്കറ്റിൽ സൈസ് എഴുതി കൊടുക്കണം. അതുപോലെ വാർ ക്യാർ ബ്രാക്കറ്റിൽ സൈസ്. ഇപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 20 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ വാർ ക്യാറിൽ വേരിയബിൾസും നമ്പേഴ്സും കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേസമയം ക്യാരക്ടറിനകത്ത് എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്തത് ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് ആണ്. ഡേറ്റ് ആൻഡ് ടൈം ഡേറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് എന്തായിരിക്കും? ഡേറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പിനെയാണ് ഡേറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ടൈം സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പ് ആണ് ടൈം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഡാറ്റ ടൈപ്പിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഇയർ, മന്ത്, ഡേ.
അങ്ങനെയാണ് ഡേറ്റിൻ്റെ ഫോർമാറ്റ്. ഡിഫറെൻറ്റ് ഫോർമാറ്റ് നമുക്ക് ഹൈഫണിന് പകരം സ്ലാഷ് ഒക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ടും പറ്റും. ഇനി ടൈമിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്, അവർ, മിനിറ്റ്, സെക്കൻഡ്, അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇനി SQLൻ്റെ കമാൻഡ്സുകൾ പഠിച്ചു തുടങ്ങാൻ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞു SQL തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യണം? ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റാബേസിനെ നമ്മൾ യൂസ് ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് റോസ് ഇൻസേർട്ട് ചെയ്യുക. റോസ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് 3-4 ക്വസ്റ്റ്യൻസുകൾ വരും. റോ അപ്ഡേറ്റ് ചെയ്യുന്ന അങ്ങനെ പറഞ്ഞ പല ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ SQL ക്വസ്റ്റ്യനിലും മസ്റ്റായിട്ട് നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യണം? ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ദെൻ അതുപോലെ തന്നെ റോസ് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഏതിൽ വന്നതായിരിക്കും? DDL കമാൻഡാണ്. ഞാൻ പറഞ്ഞു ടേബിൾസിൻ്റെ കാര്യം വന്നതെല്ലാം ഏത് കമാൻഡ്സിൽ വരും? DDL വരും. അപ്പോൾ DDL കമാൻഡിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ക്രിയേറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ബ്രാക്കറ്റ് എഴുതുക, കോളത്തിൻ്റെ പേര് പറയുക, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് പറയുക, കൺസ്ട്രെയിൻസ് ഉണ്ട്, കൺസ്ട്രെയിൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻ പറയാം, കോമ. സെക്കൻഡ് റോ പറയുക, സെക്കൻഡ് കോളം പറയുക, അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറയുക, കൺസ്ട്രെയിൻ പറയുക, കോമ. അങ്ങനെ എന്തോരം ഉണ്ടോ അത്രയും വരെ പറയുക. ദെൻ ഈ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. ഞാൻ പറഞ്ഞു എല്ലാ സ്റ്റേറ്റ്മെൻറ്റും SQL കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെമി കോളൻ വെച്ചിട്ട് വേണം എൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിനൊരു പേര് കൊടുക്കുക, ബ്രാക്കറ്റിൽ കോളത്തിൻ്റെ പേര് എഴുതുക, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എഴുതുക. കൺസ്ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, കോമ ഇടുക. രണ്ടാമത്തെ കോളത്തിൻ്റെ പേര് എഴുതുക, ഡാറ്റ ടൈപ്പ് ഇടുക, കോമ. അങ്ങനെ എന്തോരം കോളംസ് ഉണ്ടോ അത് കണ്ടിന്യൂ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാം കൺസ്ട്രെയിൻ എന്താണെന്ന് പഠിക്കാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് റൂൾസ് ഫോർ നെയിമിങ് എ ടേബിൾ. ഒരു ടേബിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം എന്ന് പറഞ്ഞു. ടേബിളിന് പേര് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് അടുത്തതിൽ പറയണത്. ഒരു ടേബിളിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. എങ്ങനെയാ? ദ നെയിം മേ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ആൻഡ് ഡോളർ സിമ്പൽ. പേര് കൊടുക്കുമ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം, അതുപോലെ ഡോളർ സിമ്പലും യൂസ് ചെയ്യാം. ദ നെയിം മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 ക്യാരക്ടർ, ഒരു ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. ദ നെയിം മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസസും സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദ നെയിം മസ്റ്റ് നോട്ട് ബി ആൻ SQL കീവേഡ്, കീവേഡ്സ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. The name should not duplicate with the names of other tables in the same database. ഡാറ്റാബേസ് പേര് കൊടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത നെയിംസ് ഒന്നും കൊടുക്കരുത്, വെവ്വേറെ നെയിംസുകളായിരിക്കണം കൊടുക്കാനായിട്ട്. ഓൾറെഡി ഉള്ള പേര് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത്രയാണ് റൂൾസ് ഫോർ നെയിമിങ് എ ടേബിൾ. എന്തൊക്കെയാണ്? നെയിം കൊടുക്കുമ്പോൾ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോറും ഡോളർ സിമ്പിൾസും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ക്യാരക്ടർ എങ്കിലും ഉണ്ടായിരിക്കണം. വൈറ്റ് സ്പേസ് ഒന്നും അലൗ ചെയ്യില്ല. അതുപോലെ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാനും പാടില്ല. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൺസ്ട്രെയിൻസ്. നമ്മൾ നേരത്തെ സിൻറ്റാക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻസ്. ഓരോ റോയ്ക്കും ഓരോ കോളത്തിനും നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? കൺസ്ട്രെയിൻസ് എന്ന് പറയണത്. സോ ദ കൺസ്ട്രെയിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, കോളം കൺസ്ട്രെയിൻസ് ആൻഡ് ടേബിൾ കൺസ്ട്രെയിൻസ്. ഇനി കോളം കൺസ്ട്രെയിൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളം കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് നമ്മൾ കോളത്തിൻ്റെ പേര് കൊടുക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കോളം കൺസ്ട്രെയിൻസിൽ വന്നതാണ് നോട്ട് നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, പ്രൈമറി കീ, യുണീക്ക്, ഡീഫോൾട്ട്. നോട്ട് നൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ഒന്നും, കോളത്തിൻ്റെ വാല്യൂസ് ഒന്നും എംപ്റ്റി ആവാൻ പാടില്ല. ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ യുണീക്ക് നമ്പർ ടു ബി ജനറേറ്റഡ് ഓട്ടോമാറ്റിക്കലി വെൻ എ ന്യൂ റെക്കോർഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു. അതായത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ലെങ്ത് ഒന്നും ഇൻക്രിമെൻ്റ് ആക്കേണ്ട കാര്യമില്ല. പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില അഡ്മിഷൻ നമ്പർ എന്നൊക്കെ ഉള്ള ഇതുണ്ടെങ്കിൽ അതിൻ്റെ പേര് നമുക്ക് എന്തായിട്ട് സെറ്റ് ചെയ്യാം? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. അഡ്മിഷൻ നമ്പർ എന്നുള്ള കോളം ഉണ്ടെങ്കിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ യുണീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയ പേരുകൾ വേണം നമ്മൾ കോളത്തിന് കൊടുക്കാനായിട്ട്. പിന്നെ ഉള്ളതാണ് ഡീഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഡീഫോൾട്ട് വാല്യൂ ഫോർ ഇപ്പം നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് മെയിലിനോ ഫീമെയിലിനൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയാണ് നമ്മൾ കൊടുക്കുന്ന കോളം കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? നോട്ട് നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, പ്രൈമറി കീ,
യുണീക്ക്, ഡീഫോൾട്ട്. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ ടേബിൾ കൺസ്ട്രെയിൻസ് ആണ്. ടേബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ടേബിളിന് കൊടുക്കുന്ന പർട്ടിക്കുലർ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടേബിൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, പഠിക്കാനൊന്നുമില്ല. ഇനി താഴെ ഞാൻ കാണിച്ചേക്കണ ഒരു ടേബിളിൻ്റെ എക്സാമ്പിൾ ആണ് കാണിച്ചേക്കുന്നത്. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ക്രിയേറ്റ് ടേബിൾ എന്താണ്, സ്റ്റുഡൻറ്റ്. അപ്പോൾ ടേബിളിൻ്റെ പേര് എന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് ടേബിളിൻ്റെ പേര്. എന്തൊക്കെയാണ് അതിനകത്തുള്ള കോളം നെയിമുകൾ, അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കോഴ്സ്, എഫ് ഇൻകം. ഇത്രയാണ് ശരിക്കും അതിൻ്റെ കോളംസുകൾ എന്ന് പറയുന്നത്. കോളത്തിൻ്റെ ഡാറ്റാബേസും കൂടെ നമ്മളൊപ്പം പറയണം. അതാണ് അഡ്മിഷൻ നമ്പർ ഇൻറ്റ്, നെയിം വാർക്യാർ, കോമ, ജെൻഡർ ക്യാർ, ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ്, കോഴ്സ് വാർക്യാർ, എഫ് ഇൻകം. ഇത്രയാണ് എന്തെന്ന് പറയണത്, ഒരു ടേബിളിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് കൊടുക്കുക. ഇവിടുത്തെ ടേബിളിൻ്റെ പേര് എന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് ടേബിളിൻ്റെ പേര്. കോളത്തിൻ്റെ പേരുകൾ ഏതൊക്കെയാണ്, അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, DOB, കോഴ്സ്, എഫ് ഇൻകം. അതിൻ്റെ ഒപ്പം അതിൻ്റെ ഡാറ്റ ടൈപ്സും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന് വ്യൂ ചെയ്യണമെങ്കിലുള്ള സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിസ്ക്രൈബ്. അപ്പോൾ ഡിസ്ക്രൈബ് കമാൻഡ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ DESC എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന് ആ ടേബിളിൻ്റെ സ്ട്രക്ചർ വ്യൂ ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ നമ്പർ, നെയിം, ജെൻഡർ, കോഴ്സ്, എഫ് ഇൻകം ഇത്രയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് വ്യൂ ചെയ്യാൻ ഡിസ്ക്രൈബ് ടേബിൾ നെയിം എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ DESC ടേബിൾ നെയിം എന്ന് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു, ഡാറ്റ ടൈപ്സ് ഓഫ് SQL പറഞ്ഞു. SQLൻ്റെ ഡാറ്റ ടൈപ്സ് മെയിൻലി 3 ടൈപ്പ് ഉണ്ട്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള സിൻറ്റാക്സ് പഠിപ്പിച്ചു. ആ സിൻറ്റാക്സിൽ എങ്ങനെയാണ് ഒരു ടേബിളിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്നുള്ളത് പറഞ്ഞു. ദെൻ പിന്നെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ വ്യൂ ചെയ്യാനുള്ള സിൻറ്റാക്സും പറഞ്ഞു. അപ്പോൾ ഇത്രയും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.